ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി അടുത്ത വീഡിയോ എന്താ ഇടേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ആഴ്ചയിൽ 2 വീഡിയോസ് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. ഒരു പ്രാവശ്യം ഹെയർ ആക്സസറീസിൻ്റെയും പിന്നെ ഒന്ന് ഫുഡിൻ്റെയും. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ ഒരു പാന് ചൂടായി വരുന്ന സമയത്ത് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 6 ബ്രെഡ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിൽ തന്നെ അരക്കപ്പിനടുത്ത് പഞ്ചസാര എടുക്കാം. മൊത്തം അരക്കപ്പ് ആവശ്യമുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് 1 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇളക്കി കൊടുക്കരുത്. ഇത് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മൊത്തത്തിലൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. മൊത്തത്തിൽ 1.5 കപ്പ് പാലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ആദ്യം 1 കപ്പ് മതിയാകുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് 1 കപ്പ് ചേർത്തിട്ടുള്ളത്. പിന്നീടാണ് എനിക്ക് വീണ്ടും ഒരു 1/2 കപ്പ് കൂടി വേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒരു ഭാഗത്തെൻ്റെ മോള് കരഞ്ഞുകൊണ്ടുണ്ടായിരുന്നു, അതിനിടയ്ക്കാണ് ഈ ക്യാമറയും കൂടി പണിയിരുന്നത്. അതെന്തായാലും പോട്ടെ. ഈ പാലൊഴിക്കുന്ന സമയത്ത് ഈ ഒരു കട്ടിയായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, കട്ടി രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് സെറ്റ് ആയിക്കോളും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ക്രംസ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് എനിക്ക് പാല് കുറച്ച് കുറഞ്ഞു പോയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു 4 ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു 4 ബ്രെഡിന് 1 കപ്പ് പാല് കറക്റ്റാണ്. പിന്നെ ഈ 1 കപ്പ് പാല് എന്ന് പറയുന്നത് 250 ml ആണ്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ പാലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചസാര 1/2 കപ്പ് മുഴുവനായിട്ടും എടുത്തിട്ടില്ല, അതിൽ നിന്നും കുറച്ച് ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 ഏലക്കയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏലക്കയുടെ സൈസ് വളരെ ചെറുതായിരുന്നു, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലോട്ട് 10ൻ്റെ 2 പാക്കറ്റ് പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 40 ഗ്രാമാണ് ഈ ഒരു പാൽപ്പൊടി ഉള്ളത്. ഇതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. തീ ശ്രദ്ധിക്കുക, വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഇതിൽ കിട്ടുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് രൂപത്തിൽ നിന്നും കുറച്ചൊന്ന് ഹാർഡായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബോൾസ് ആയിട്ടോ സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പേടയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ കുറച്ചും കൂടി കാണാൻ രസമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത്. ഇനി മാറ്റി പിടിക്കാമെന്ന് വെച്ചാൽ മോള് ഭയങ്കര കരച്ചിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് മാറ്റാനും പറ്റില്ല. അപ്പോൾ ഇതിൽ തന്നെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്